അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത പച്ചരിപ്പൊടി വേണം എടുക്കാൻ. അതും ഒട്ടും തരിയൊന്നുമില്ലാത്ത നല്ല ഫൈൻ പൗഡർ ആയിട്ടുള്ള അരിപ്പൊടി എടുക്കാം. ഞാനിപ്പോൾ മെഷർമെന്റ് കപ്പിന്റെ അളവിലാണ് അരിപ്പൊടി അളന്നെടുക്കുന്നത്. ഇതുപോലത്തെ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ചായയും വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസിന്റെ അളവില് അരിപ്പൊടിയും ബാക്കിയെല്ലാം അളന്നിട്ടെടുക്കാം. ഈ അരിപ്പൊടിയിലേക്ക് 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ 1 കപ്പ് അരിപ്പൊടിയിലാണ് ചെയ്യുന്നതെങ്കിൽ 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ എല്ലാം പകുതി എടുത്താൽ മതിയാവും 1 കപ്പ് അരിപ്പൊടിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇനി 1 ടീസ്പൂൺ എള്ളുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എള്ളിൽ ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. കയ്യിൽ എള്ള് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കാം. ചെറിയ ജീരകത്തിന്റെ മണവും ടേസ്റ്റും ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചെറിയ ജീരകം ചേർക്കുമ്പോൾ എള്ള് ചേർക്കേണ്ട ആവശ്യമില്ല. എള്ള് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 4 ഏലക്ക ഞാൻ അതിൻ്റെ തൊണ്ട് മാറ്റിയിട്ട് തല്ലി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതാ തല്ലി ചതച്ചെടുത്ത ഏലക്കയുടെ കുരു മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂണൊക്കെ ഉണ്ടാവും. പഞ്ചസാരയും കൂട്ടി പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത എള്ളും ചെറിയ ജീരകവും ഉപ്പും ഏലക്ക ചതച്ചതും എല്ലാം മാവുമായിട്ട് ഒന്ന് മിക്സ് ആവണം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തെടുത്ത മാവ് ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് വേണ്ടത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം നല്ല തൊലി കറുത്തിട്ടുള്ള നല്ലോണം പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം നോക്കി എടുക്കുക. തൊലി കറുക്കാത്ത നേന്ത്രപ്പഴമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറച്ച വേണ്ടാവും. പിന്നെ നമ്മുടെ പലഹാരത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ സാധാരണ തൊലി കറുത്തിട്ടുള്ള പഴമൊക്കെ കളയാറാണ് പതിവ്. ഇതുപോലെ കളയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള പലഹാരം റെഡിയാക്കി എടുക്കാൻ പറ്റും. വലിയ നേന്ത്രപ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക. ചെറിയ നേന്ത്രപ്പഴം മീഡിയം സൈസ് നേന്ത്രപ്പഴം ആയതുകൊണ്ടാണ് 3 എണ്ണം എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴത്തിന്റെ തൊലി മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്യാം. അപ്പൊ നേന്ത്രപ്പഴം ഈ ഒരു രീതിയിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ശർക്കര പാനി ഒന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിന് 1.5 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഇതേ അളവിലാണ് മാവ് അളന്നെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസിന്റെ അളവിൽ തന്നെ ശർക്കരയും അളന്നെടുക്കാം. ഇനി ഏത് കപ്പിലാണോ ശർക്കര അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിന്റെ അളവിൽ തന്നെ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഉരുക്കി കിട്ടും. നമ്മൾ പൊടിച്ചെടുത്ത ശർക്കര ആയതുകൊണ്ട് ഒരു നൂൽപ്പാവൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ശർക്കര എല്ലാം ഒന്ന് ഉരുകി ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. അപ്പോൾ ശർക്കര എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ തന്നെ റെഡിയായി കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. ഇത് 1 മിനിറ്റ് ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരൊറ്റ മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഉരുക്കിയെടുത്ത ശർക്കര പാനി 1 മിനിറ്റ് വെച്ചിരിക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മാവിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ആദ്യം പകുതി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുകയും വേണം. ആ ചൂടോടുകൂടി ഒഴിക്കരുത്. എന്നാൽ പിന്നെ മാവങ്ങ് വെന്ത് കട്ട പോലെ ആയിപ്പോവും. അപ്പോൾ 1 മിനിറ്റ് ശർക്കര പാനി വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട കെട്ടില്ല. ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെച്ചിരുന്നിട്ട് ബാക്കി ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് അങ്ങ് ഒഴിക്കരുത്. കുറച്ചായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കല്ലും മണ്ണും ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് ഒഴിക്കുക. കല്ലും മണ്ണും ഇല്ലാന്നുണ്ടെങ്കിൽ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം നമുക്ക് ഈ കട്ടകളെല്ലാം ഒരു തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കി ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കട്ടകളെല്ലാം ഉടച്ച് മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് അങ്ങ് ഒഴിക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഒരുപാടങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാടങ്ങ് ലൂസായി പോകാനും പാടില്ല. ഈ ഒരു ലൂസ് ബാറ്ററായിട്ട് റെഡിയാക്കി എടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ശർക്കര പാനി തിളച്ച് വന്നതിന് ശേഷം 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ചൂട് ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഒരുമിച്ചും ഒഴിക്കരുത്. നമ്മൾ എടുക്കുന്ന ഓരോ അരിപ്പൊടിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ശർക്കര പാനിക്കും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ചായിട്ട്
ശർക്കരപ്പാനി ഒഴിച്ച് ഇതുപോലെ ലൂസ് ബാറ്ററാക്കി റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയാണ്. ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ അരിപ്പൊടിയിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നല്ല ചൂടുള്ള ശർക്കര പാനിയിലേ ഒഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റിൽ നമ്മൾ സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ശർക്കര പാനിയിൽ തന്നെയാണ് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ എന്താ ഒരു സോസ് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നെയ്യൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കശുവണ്ടി പരിപ്പും അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടെ ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാം. മുന്തിരിയൊക്കെ വീർത്ത് വന്നിട്ടുണ്ട്. ഈ നെയ്യിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പം കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും മാറ്റിയതിന് ശേഷം ബാക്കി വരുന്ന നെയ്യിൽ 1/2 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഒരുപാട് അങ്ങ് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. തേങ്ങാക്കൊത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് തന്നെ എടുക്കുക. പിന്നെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് നിറം മാറി വന്നിട്ടുണ്ട്. ഒരുപാട് ഒരു ബ്രൗൺ കളറിൽ മൂപ്പിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടെടുക്കുക. ഇതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴമാണ്. അത് മുഴുവനും അങ്ങ് ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴം ഒന്ന് നമുക്ക് പായറ്റിയെടുക്കാം. എല്ലാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക. ആ നേന്ത്രപ്പഴത്തിൻ്റെ നിറമൊക്കെ മാറി നന്നായിട്ടൊന്ന് വയന്ന് വരണം. പഴമൊക്കെ വയന്ന് വന്നിട്ടുണ്ട്. നല്ല പഴുത്ത നേന്ത്രപ്പഴം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടും. ഇനി ഇതിൽ നിന്നും പകുതി നമ്മൾ വയറ്റിയെടുത്ത നേന്ത്രപ്പഴം അങ്ങ് മാറ്റാം. പകുതി നേന്ത്രപ്പഴം മാറ്റിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതിൽ വെച്ച് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഒന്നുകൂടി കലക്കിയതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് ഈ മാവൊന്ന് കുറുകി വരും ആ ചൂട് കൊണ്ട് തന്നെ. ഈ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി ഉണക്കമുന്തിരിയും കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് ഇതൊന്ന് കുറുകി വരണം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ചെറുതായിട്ടൊരു 1 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ച നേന്ത്രപ്പഴമില്ലേ വയറ്റിയെടുത്തത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ പഴവും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തേങ്ങ റോസ്റ്റ് ചെയ്തെടുത്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണക്കമുന്തിരിയും കശുവണ്ടിയും റോസ്റ്റ് ചെയ്തത് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ഇളക്കി കൊടുക്കാൻ പാടില്ല. ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ പഴയ ഒരു ദോശ തവ നല്ലതുപോലെ ചൂടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക. പാടിവശം കരിഞ്ഞു പോവും എന്നുള്ളവർക്ക് കനം കുറഞ്ഞ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. എല്ലായിടത്തും ഒന്നിതുപോലെ ഇട്ട് കൊടുക്കുക. കശുവണ്ടിയും ഉണക്കമുന്തിരി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. വെറുതെ പഴം വെച്ചിട്ടും അതുപോലെ തേങ്ങ വെച്ചിട്ടും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കശുവണ്ടി പരിപ്പൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കാണാൻ മുകളിൽ നല്ലൊരു ഭംഗിയായിരിക്കും. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. നന്നായിട്ട് കുറച്ച് തന്നെ വെക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഈ ലിഡിൽ നമുക്കൊരു ഹോളുണ്ട്. അതൊന്ന് അലുമിനിയം ഫോയിൽ വെച്ചോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. ഹോളില്ലാത്ത ലിഡാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഒരു കത്തി വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാതെ കത്തി ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. മാവ് ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്തെടുക്കുക. 5 മിനിറ്റൊക്കെ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. വിടിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല വിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഇനി ഈ വശവും ഒന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം.
അത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ വെറുതെ കളയുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകും. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചായയുടെ കൂടെയും കഴിക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, അടിക്കൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്